നമ്മളോടൊപ്പം ഉള്ളത് മംഗലംകളിയുടെ അധ്യാപകനാണ്. ആദ്യമായിട്ട് ഒരു ഗോത്ര കല നമ്മൾ കാണുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വശങ്ങളൊക്കെ ഒന്ന് പറയും. നമസ്കാരം, ഞാൻ നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ സർവീസിലുണ്ട്. ആദ്യം ഞാൻ സർവീസിൽ കയറിയ സ്കൂള് നമ്മളിപ്പോൾ ചൂരൽമല, നമുക്കറിയാം, വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട ആ സ്കൂളിൽ 6.5 കൊല്ലം ഉണ്ടായിരുന്നു. നാളെ ആക്കുള്ള കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ ആദ്യം നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആ സമയത്ത് നാടൻ പാട്ട്, വഞ്ചിപ്പാട്ട്, അതുപോലെ തന്നെ നാടകം, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഞാൻ അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവിടെ മറ്റൊരു മാഷുണ്ടായിരുന്നു, ഉണ്ണി മാഷുണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം പിന്നീട് ഇവിടെ വന്ന് ഞാൻ സ്വന്തമായിട്ട് പരിശീലിപ്പിക്കുകയും കുട്ടികളെ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ പുതിയ മാനുവലിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടലിനെ കൊണ്ട് ഈ വർഷം മുതൽ ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവ മാമാങ്കമായ ഈ ഒന്ന് നിർത്തുവോ? പറഞ്ഞോളൂ മാഷേ. അതിനിടയിൽ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, മാഷ് നേരത്തെ പറഞ്ഞു വെള്ളാർമല GVHSSൽ ഉണ്ടായിരുന്ന 6 വർഷം നമ്മൾ വയനാട് ദുരന്തമുണ്ടായി, മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി. ഒരുപാട് പ്രതിഭാധനരായ കുട്ടികൾ അവിടെ ഞാൻ പോയിട്ടുള്ളതാണ്. ആ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഇടമായി എനിക്ക് വാക്കുകളില്ല, കാരണം എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, അധ്യാപക ജീവിതത്തെ മാറ്റിമറിച്ചത് എൻ്റെ മോള് ഈ മംഗലംകളിയിലുണ്ട്. ഇപ്പം എൻ്റെ മോള് കീർത്തന 0, അതായത് ചെറിയ മോൾക്ക് 0 വയസ്സും എന്ന് പറഞ്ഞാൽ ജനിച്ച് അങ്ങോട്ട് പോവുകയും മൂത്ത മോൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഈ വെള്ളാർമലയിലേക്ക് നമ്മൾ എത്തുന്നത്. എൻ്റെ മക്കളെല്ലാം നോക്കിയതൊക്കെ അവിടുത്തെ അമ്മമാരാണ്. അവിടുത്തെ അമ്മമാരാണ് ആ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയതെന്ന് ഓർക്കുമ്പോൾ വളരെയധികം ദുഃഖം, സങ്കടമുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണക്കാരൻ്റെ മക്കളായ ഈ മക്കളെ ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ ഒരുമിച്ച് ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അവർ മുന്നേക്ക് വന്നത്. അന്നേ അവർ നാടൻപാട്ടിലും വഞ്ചിപ്പാട്ടിലും നാടകത്തിലും മറ്റ് കലാരൂപത്തിലും അതുപോലെ പഠനത്തിലും അവരൊക്കെ വളരെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്ക് ട്യൂഷൻ പോലും ഇല്ല. പക്ഷേ തേയിലെന്നുള്ളിൽ ജീവിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അവരെ ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ, ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടം അധ്യാപകരായ ഞങ്ങളെല്ലാവരും അവരെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ഉയർച്ചകളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും അവിടെ നിന്ന് കിട്ടിയ ഈ അറിവും ഞാൻ പണ്ട് മുതൽ ചെയ്തു വന്നിരുന്ന ഒരു കലാരൂപത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കാം ഇപ്പോൾ സർക്കാർ ഉൾപ്പെടുത്തിയ മംഗലം കളി എന്ന് പറയുന്ന കാസർഗോഡിന്റെ മണ്ണിന്റെ അവിടുത്തെ വിവാഹാഘോഷ ചടങ്ങുകളിൽ നടക്കുന്ന ഈ ഒരു നൃത്താവിഷ്കാരം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിക്കാനും അവരെ ജില്ലയിൽ എത്തിക്കാനും ജില്ലയിൽ എ ഗ്രേഡോടുകൂടി 2ാം സ്ഥാനം ലഭിക്കാനും ഇന്ന് ഇവിടെ പ്രത്യേകം ഡിഇഒയുടെ പെർമിഷനിലോടുകൂടി ഞങ്ങൾക്കൊരു പ്രൊസഷനിൽ പങ്കെടുക്കാനും ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്താനും സാധിച്ചത് വലിയ ഭാഗമായി കരുതുന്നു. മംഗലം കളി എന്ന് പറയുന്നത് ഒരു വിവാഹ ആഘോഷ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അത് തലേ ദിവസം തുടങ്ങി അതിങ്ങനെ പുലർച്ചയോളം നിൽക്കുന്ന ഒരു നൃത്താവിഷ്കാരമാണ്. അത് മാവിലൻ മലവെട്ടുവൻ സമുദായത്തിൽപ്പെട്ടവരുടെ ഉള്ള ഒരു നൃത്ത ആവിഷ്കാര രൂപമാണ്. കല്യാണങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നതാണ്. ഇതിന് ഉപയോഗിക്കുന്നത് തുടിയാണ് സാർ. തുടി എന്ന് പറയുന്നത് ഞങ്ങളിപ്പം ഇത് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തുടിയാണ്. ഇത് 3 ഇത് പ്ലാവിന്റെ അടിവേരിൽ തീർത്ത തുടിയാണ്. പിന്നെ ഉടുക്കിന്റെ അങ്ങനെയുള്ള ചില മൃഗങ്ങളുടെയൊക്കെ തോലുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കില്ല, കാരണം ഈ മറ്റ് പരിസ്ഥിതിക്കാർ അതിനെ പ്രയാസം ഉണ്ടാക്കേണ്ടെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ടീം ലീഡർ സാന്ദ്രയും മറ്റു മക്കളും എല്ലാവരുമാണ്. ഇവരാണ് പാട്ടുകാർ. എന്തായാലും 1.5 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവരെ പരിശീലിപ്പിക്കാൻ സാധിച്ചത് സാർ. അങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിച്ചത്. ഞങ്ങൾ ഇത് മറിയുന്ന കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു. വളരെ മനസ്സിന് ഇമ്പം പകരുന്ന അല്ലെങ്കിൽ വളരെ രസകരമായ രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് നന്നായി പാടുന്നുണ്ടായിരുന്നു. എന്താ പേരെന്താ? സാന്ദ്ര സനൽകുമാർ. പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ടല്ലോ പാട്ടുപാടി. എന്താ പേര്? ദേവിക. വിഷ്ണുമായ. കളിച്ചവര് എന്താ പേരെന്താ? ശ്രേയ, കീർത്തന, മേഘ, അർച്ചന, ദിയ, നൗമി.
നവമി, യെസ്. നിങ്ങൾ നല്ല ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ. അതെ, മാഷയുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് കലേഷ് കാർത്തികൻ, എന്റെ മോളാണിത്, കീർത്തന കലേഷ്. ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? കാരണം ഇവർ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചത് സാറിനെ ആയിരുന്നു. കാരണം എന്താ, പുള്ളി അവിടെ നിന്നിട്ട് പുള്ളി താളം നോക്കുന്നു, അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കുനിയെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. കാരണം അവരവിടെ നിന്ന് ആ ഒരു ബീറ്റിൽ അതിങ്ങനെ ആ ഒരു സിംഗ്രണൈസേഷനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് സാർ അപ്പൊ ഇവിടെ ആ പാടിക്കൊണ്ടിരുന്നു. ശരി, അതൊന്നും കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കാണണം. നിങ്ങൾ റെഡിയല്ലേ? തയ്യാറല്ലേ? ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, റെഡി? എന്തായാലും അവര് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ തയ്യാറെടുക്കൂ അല്ലേ? പെട്ടെന്ന് തയ്യാറെടുത്തോ. അതായത് അവര് ഒരുക്കങ്ങളിലേക്ക് നീങ്ങുന്നു. കാരണം അവരുടെ കയ്യിൽ ഇപ്പോ അധ്യാപകരൊക്കെ കൊടുത്ത ഒരു സമ്മാനമുണ്ട്, കിറ്റ്കാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയും അല്ലേ അതിന്റെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവര് നേരത്തെ തുടർച്ചയായി കളിച്ചതിന്റെ ഒരു ക്ഷീണമുണ്ട്. പക്ഷെ ആ ക്ഷീണം നമുക്ക് പ്രശ്നമല്ല, നമ്മൾ പൊളിക്കും. ഒരു പൊളിക്കുന്നതിനൊരു ഉഷാറും അത് പാടി പാടി ഇങ്ങനെ ഒരു പൊളിക്കൂലേ? പിന്നെ പൊളിക്കും. പൊളിക്കും. അതെ അതെ. അപ്പൊ തുടങ്ങാം. റെഡി? 1 2 3. ആ പുള്ളിക വഴക വഴക പോരുളെ പുള്ളിക വഴക വഴക പുള്ളിക വഴക വഴക പോരുളെ പുള്ളിക വഴക വഴക ആ നമ്മുടെ തമ്പുരാനോ പോരുളെ ഏതൊരു തമ്പുരാനോ ആ നമ്മുടെ തമ്പുരാനോ പോരുളെ ഏതൊരു തമ്പുരാനോ ആ നമ്മുടെ തമ്പുരാനോ പോരുളെ മുത്തായ തമ്പുരാനോ ആ നമ്മുടെ തമ്പുരാനോ പോരുളെ മുത്തായ തമ്പുരാനോ ആ പുള്ളിക വഴക വഴക പോരുളെ പുള്ളിക വഴക വഴക പുള്ളിക വഴക വഴക പോരുളെ പുള്ളിക വഴക വഴക ഗംഭീരം. അവസാനം പാടി എന്താ? തിത്തൈ പാത്തൈ അല്ലെ? തിത്തൈ പാത്തൈ തിത്തൈ പാത്തൈ. അതെ, അതിഗംഭീരമായി. നമ്മള് തിത്തകത്താര തിത്തൈ അല്ലെ, അതിന്റെ വേറൊരു ഇതാണോ? അങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ എന്തായാലും അതെ, മാഷ്ക്കും കുട്ടികൾക്ക് നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കേണ്ട കളി. പിന്നെ അത് ചോദിക്കാനുണ്ടോ? കാരണം എങ്ങനെയാ ഒന്നുകൂടി ഒരു ആരവം മുഴക്കേ. ഇത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി ഒക്കെ. ഇതാണ് ഈ ഒരു ആരവം ഇവിടെ കലാരവമായി ഇവിടെ ഇനി ഉയരും. അതിനുള്ള കേളികൊട്ട് നാളെ രാവിലെ 10 മണിയോടുകൂടി ഉയരും. നമ്മൾ തുടങ്ങി തീർച്ചയായിട്ടും. പക്ഷെ വേദികളിലുള്ള ആരവം നാളെ രാവിലെ ഇന്നത്തെ അതെ നിങ്ങളാ, അത് ഉറപ്പാന്നേ. ഇവര് ഇവിടെ കലോത്സവ നഗരിയുടെ ഹൃദയം കീഴടക്കി ഈ കലോത്സവ ഉദ്ഘാടന തലേന്ന് ഇവർ എല്ലാവരുടെയും വരുന്ന ഓരോരോ ആളുകളുടെയും ഇത് ഹൃദയം കീഴടക്കി. നേരത്തെ എത്ര ആളുകളാണെന്നറിയോ ചുറ്റും കൂടിയത്? കവറേജ് ശരിക്കും. കാരണം ഇവര് നേരെ വന്നു, ഒന്നുമില്ല, കളി തുടങ്ങി, പിന്നെ ആളങ്ങ് കൂടുക, സെന്റർ ഓഫ് അട്രാക്ഷൻ ആകുന്നു അവിടെ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രണ്ട് മന്ത്രിമാരവിടെ നിൽക്കുന്നു, മേയർ നിൽക്കുന്നു, ഒപ്പം ഒരു സിനിമാ താരം നിൽക്കുന്നു, ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവരിവിടെ കളി തുടങ്ങുന്നതോടുകൂടി അവിടെയുള്ളവരിൽ പകുതി പേര് ഇങ്ങോട്ട് വന്ന്, അതാണ് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കല നമുക്ക് ഒരുപക്ഷെ കലയുടെ ഒരു പ്രത്യേകത നമ്മുടെ മനസ്സ് കീഴടക്കും, ഹൃദയം കീഴടക്കും, മനുഷ്യരെന്തെന്ന് നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ തന്നെയല്ലേ പക്ഷേ? തീർച്ചയായിട്ടും സാറേ. അതായത് എന്റെ ഈ സ്കൂളിലെ കുട്ടികളെല്ലാം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്, സാധാരണക്കാരുടെ മക്കളാണ്. അപ്പൊ സാധാരണക്കാരുടെ മക്കൾക്കും ഇതെല്ലാം പ്രാപ്യമാണെന്നും അവരും വലിയ ഉയർച്ചകൾ നേടി പോവേണ്ടതാണെന്നും തെളിയിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മളെ സർക്കാരിന്റെ കൃത്യനിഷ്ഠയോടുകൂടി ഇടപെടൽ, അതായത് എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുക, മുഴുവൻ കുട്ടികൾക്കും അവസരം കൊടുക്കുക. ഇപ്പൊ ഞങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നു, ഞാനൊക്കെ 15 വർഷമായിട്ട് പരിശീലിപ്പിക്കുന്നു സാർ. 1 രൂപ പോലും പരിശീലനത്തിന്റെ പേരിൽ 1 രൂപ പോലും ഒരാളിൽ നിന്നും ഇതുവരെ കൈപ്പറ്റിയിട്ടുമില്ല, ആരും തന്നിട്ടുമില്ല. അപ്പൊ അത് തന്നെയാണ് ഞങ്ങളുടെ ഈ വിജയം. സത്യം അത് തന്നെയാണ് വിജയം. അല്ല, അത് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ വിജയം. ഇതുപോലുള്ള നിസ്വാർത്ഥരായ അധ്യാപകർ, അതിലുപരി കഴിവുറ്റ ഇതുപോലുള്ള കുട്ടികൾ, അങ്ങനെയുള്ള നിരവധി കഴിവുറ്റ ആളുകൾ ഇവിടേക്ക് വരുന്നു. ഇനിയിപ്പോൾ കലോത്സവത്തിന്റെ മറ്റു കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഞാൻ